ഒരര വേണം. പൊതിഞ്ഞെടുത്താൽ മതി. എന്താടാ കാർത്തികേയ, ടെമ്പറൊന്നും കഴിച്ചു തുടങ്ങിയോ? ഇത് വേറെ ആർക്കാണ്ടും വേണ്ടിയിട്ടാ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഞങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവൻ ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുക്കട്ടാ, നിനക്കെന്താ? കാക്കയണത് കോഴിക്കാണ്ടൂടല്ല. നിനക്കാണല്ലോടാ ദാസ അടി പറ്റിയത്. വരുത്തന്മാര് കയറി തീറ്റയും കുടിയും പൊറുതിയും തുടങ്ങി. ഓരോരുത്തരന്മാരുടെ യോഗം. നാളായി നീ എനിക്കിട്ട് ചൊറിയുന്നു. നിന്റെ ചൊറിച്ചിലേ മാറ്റിത്തരാം. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. വിഷമുള്ളവന്മാര് അതങ്ങ് സഹിച്ചാ മതി. ഇവനെന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. ഇതിനകത്ത് വായിക്കണ്ടല്ലോ. പോകാത്ത അമ്പലങ്ങളും കഴിക്കാത്ത വഴിപാടുകളും ഇല്ല. എന്നിട്ടും ഈശ്വരൻ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ല. എല്ലാം ശരിയാവും. കുട്ടിയോടില്ലാത്ത സങ്കടം ഇനി അധിനാളും ഉണ്ടാവില്ല. മുടക്കണ കാശിന് ഫലമുണ്ടായാൽ മതിയായിരുന്നു. അമ്മേ ദേവി കാത്തുകൊള്ളണേ, കൈവിടല്ലേ അമ്മേ. അമ്മേ, നാട്ടുകാർ ഓരോന്ന് ചോദിച്ചും പറഞ്ഞുമൊക്കെ തുടങ്ങി. അതൊന്നും ഒരു പ്രശ്നമല്ല, നീ തന്നെയല്ലേ പറഞ്ഞത്. ഞാനൊരു പെണ്ണല്ലേ, ഒരുപാട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോ അണ്ണന്റെ വീട്ടിലും കുഴപ്പമാണെന്നല്ലേ പറഞ്ഞത്. മനസമാധാനം ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാണ്? ഞാനിപ്പോ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം പറഞ്ഞ കേക്കുവാ. കുറച്ച് കാശ് വേണമായിരുന്നു. മാസാണല്ലേടാ കൂലി എടുക്കുന്നത്? അതായില്ലല്ലോ. കൂലിയല്ല പിന്നെ പറ്റാണോ? എടാ ഇപ്പൊ തന്നെ കുറെ ആയി. ആദ്യം അത് തീരട്ടെ. ഒരാവശ്യം വന്നാൽ മുതലാളിയോടല്ലേ കാശ് വയ്ക്കാൻ പറ്റൂ. നീ ഇത്രയും നാളും കച്ചവടം നടത്തിയതിന്റെയും കാശ് ഏൽപ്പിച്ചതിന്റെയും കണക്കായത്. ഒരു സ്ഥലത്തും കൂട്ടിമുട്ടണില്ല. ഇത്രയും നാളും നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നവനാ ഞാൻ. ഇപ്പൊ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. വിശ്വസിച്ച് തന്നെയാടാ ഞാൻ എല്ലാവരും കൂടെ നിർത്താറ്. പക്ഷെ അതിന് മകുടി കൂടുന്ന ചെറ്റകൾ ഉണ്ടെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നെന്നാണോ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ കുറെ കാശ് ചോദിച്ചു. ആദ്യം ഈ കാശും കണക്കും തീരട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. അവനൊന്ന് ചുളുങ്ങി. എനിക്കത് മതി. അവന് കാശിന് ആവശ്യം ഉണ്ടടാ. അവൻ ഇനിയും വരും. അപ്പൊ ഞാൻ ചില വ്യവസ്ഥകൾ വെക്കും. മുതലാളിയുടെ ഒരു ബുദ്ധി. വേറെ കാര്യം ഉണ്ടടാ. പ്രദർശനം ആരംഭിക്കുന്നു. കരിമ്പിൻ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച ചിത്രം, CMA അഭിനയിച്ച ചിത്രം കരിമ്പിൻ പൂവിനക്കരെ. പത്മരാജന്റെ തൂലികയിൽ നിന്നും വാർന്നു വീണ തിരക്കഥയ്ക്ക് IV ശശി സംവിധാനം നിർവഹിച്ച ചിത്രം കരിമ്പിൻ പൂവിനക്കരെ. ദിവസേന 3 കളികൾ, ദിവസേന 3 പ്രദർശനങ്ങൾ. കരിമ്പിൻ പൂവിനക്കരെ, കരിമ്പിൻ പൂവിനക്കരെ. നമ്മുടെ തൊട്ടടുത്ത കലാക്ഷേത്രമായ ഗീതാ ടാക്കീസിൽ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. വേഗം വാ, അക്കരയ്ക്കുള്ള വള്ളം ഇപ്പൊ പോവും. വാ, നടക്ക്. അടങ്ങിയിരിക്കാസത്തെ. എന്തിനാണ് ഈ ഓടുന്നത്? അമ്മ, അച്ഛനൊരു ചേച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയോ? ആ, അച്ഛന്റെ കമ്പനിയുള്ള ചേച്ചിയില്ലേ, അവരുടെ കൂടെ. ചെറിയ വായ വലിയ വർത്താനം പറഞ്ഞാ കീറ് തരും. സത്യം അമ്മ, ഞാൻ കണ്ടതാ.
അവരുടെ കയ്യിൽ പെട്ടിയും സഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നെ കണ്ടതാ, തിരിഞ്ഞേനെ നോക്കിയാ പോയത്. അമ്മേ, എന്നാലും ആ പെണ്ണിനെയും പിള്ളേരെ ഇട്ടേച്ചു പോവാൻ അവന് തോന്നിയല്ലോ. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ. ഈ ബന്ധ രുക്മിണി അറിഞ്ഞതാ. അവളത് ചോദിക്കുകയും ചെയ്തു. അതിനെ അവൻ അവളെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഇതെല്ലാം അവള് വരുത്തി വെച്ചതല്ലേ? ആറ്റുനോറ്റ് വളർത്തിയ തന്തയും തള്ളയും രക്തബന്ധങ്ങളെയും മറന്ന് ഇന്നലെ കണ്ട ഒരുത്തനെ വിശ്വസിച്ച് കൂടി ഇറങ്ങി പോവുക, അതും ഒരാവേശത്തിന്. ഓ, എന്നുവെച്ച് പ്രേമിച്ചവരാരും ജീവിക്കുന്നില്ലേ? എത്ര പേര് കൊതിയും മതിയും തീരുമ്പോ പിരിയും. ചിലര് തമ്മിൽ തല്ലി ജീവിതം അവസാനിപ്പിക്കും. വേറെ ചിലര് രുക്മിണിയെപ്പോലെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച് സഹായത്തിനൊരാളുമില്ലാതെ അവസാനം നരകിച്ചു തീരും. എന്റെ ഈശ്വര, ആ കുട്ടിക്ക് അങ്ങനെയൊന്നും വരുത്തല്ലേ. എനിക്കതല്ല, 2 കൊച്ചു പിള്ളേര്. ഒന്നാണെങ്കിൽ ഓമ, അവളാണ് ചെറുപ്പവും. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ എങ്ങനെ ഒരു കര പറ്റും? അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോ അറിയാന്ന് പറയണത് ഇതാ.